ഒരു വ്യക്തി ജീവിതം ദൈവത്തെ യഥാർത്ഥമായി അനുസരിച്ച് ജീവിച്ചാൽ അതിനൊരു ഫലമുണ്ട്. ആ ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒരു ഉദാഹരണത്തിന്, നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്ന് വിചാരിക്കൂ. ഒരു മാസക്കാലം ജോലി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു ശമ്പളം കിട്ടും. ആ ശമ്പളം കിട്ടും എന്നുള്ള ഒരു താല്പര്യത്തിലാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ആ ജോലി നമ്മൾ ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല, ബുദ്ധിമുട്ടായിരിക്കും, ജോലി കളയണം എന്നൊക്കെ തോന്നും. പക്ഷേ ശമ്പളം കയ്യിൽ കിട്ടുമ്പോൾ ഈ സങ്കടങ്ങളെല്ലാം മാറിപ്പോവുകയാണ്. അപ്പൊ എന്തിനും ഏതിനും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്, ഒരു ഫലമുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ തിരുവചനങ്ങളെ നമ്മൾ ശിരസ്സാവഹിച്ച് ചോദ്യം ചെയ്യാതെ അനുസരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം നമ്മളും നമ്മുടെ തലമുറകളും അനുഭവിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കും. കാനാവിലെ കല്യാണ വീട്ടിൽ യേശു അതുവരെ യാതൊരു അത്ഭുതങ്ങളും ചെയ്തിരുന്നില്ല. പക്ഷേ ആ കല്യാണ വീട്ടിലെ ആളുകളോട്, ജോലി ചെയ്യുന്നവരോട്, ശുശ്രൂഷക്കാരോട് കർത്താവ് എന്താ പറഞ്ഞത്? ഈ 6 കൽപാത്രങ്ങളിൽ വെള്ളം നിറക്കാൻ പറഞ്ഞു. നമ്മളായിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നോ? കാരണം കർത്താവ് ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല. പക്ഷെ അവർ ചോദ്യം ചെയ്യാതെ അനുസരിച്ചു. നിറച്ചു കഴിഞ്ഞപ്പോൾ പറയാണ്, ഇപ്പോൾ കോരി കൊണ്ടുപോയി വിരുന്ന് വാഴി കൊടുക്കാൻ പറഞ്ഞു. നമ്മളാണെങ്കിൽ കൊടുക്കോ? ഒരിക്കലുമില്ല. പക്ഷേ ആ ശുശ്രൂഷക്കാര് അവർ ചോദ്യം ചെയ്യാതെ അനുസരിച്ച് കൊണ്ടുപോയി കൊടുത്തു. അവർ അനുസരിച്ചപ്പോഴാണ് പച്ചവെള്ളം 1-ാം തരം വീഞ്ഞായി മാറിയത്. അതാണ് മർമ്മം. അവർ കർത്താവ് പറയുന്ന കാര്യങ്ങൾ, വചനങ്ങൾ, നിർദ്ദേശങ്ങൾ ചോദ്യം ചെയ്യാതെ, അതിനെക്കുറിച്ച് അഭിപ്രായം പറയാതെ അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ ആ വെള്ളത്തിനൊരു മാറ്റമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ നമ്മൾ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിന്, നമ്മുടെ അവസ്ഥകൾക്ക് നമ്മൾ പോലും അറിയാതെ ഒരു അത്ഭുതകരമായ ഒരു വ്യതിയാനം, ഒരു മാറ്റം ഉണ്ടാകും എന്ന് 100% ഉറപ്പായിട്ട് എനിക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുക, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക. അനുസരിച്ചാൽ നമുക്കുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. ചില വാക്യങ്ങളൊക്കെ വായിക്കണം. ആദ്യം തന്നെ നമുക്ക് യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഒരാൾ ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും ക്രിസ്തുവിൻ്റെ വാക്കുകളെ പരിപൂർണമായൊരു ഹൃദയത്തോടെ അനുസരിച്ച് ജീവിക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ, അയാളുടെ ഹൃദയത്തിൽ ദൈവം നൽകുന്നൊരു ഫലത്തെക്കുറിച്ചാണ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരാള് ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ അയാൾ അനുസരിക്കുമ്പോൾ എന്താണ് അയാൾക്ക് ലഭിക്കുന്നത്? ദൈവത്തിൻ്റെ സ്നേഹം വാസ്തവമായി അയാളിൽ നിറഞ്ഞിരിക്കുന്നുവെന്ന് നമുക്കറിയുവാൻ സാധിക്കും. നമ്മൾ
ഒരാൾ അനുസരിക്കുന്നത് ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെയോ ഒരു മനുഷ്യനെയോ നമ്മൾ അനുസരിക്കുന്നെങ്കിൽ അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ അതിനർത്ഥം എന്നറിയാമോ? നമുക്ക് ആ വ്യക്തിയോട് അഗാധമായൊരു സ്നേഹം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. നമുക്ക് ഒരാളോട് ഒരു സ്നേഹവുമില്ല, ഒരു താല്പര്യവുമില്ല, ഒരു ഇൻട്രസ്റ്റുമില്ല, അയാൾ പറയുന്ന ഒരു ചെറിയ കാര്യം പോലും നമ്മൾ അനുസരിക്കില്ല. എന്നാൽ യഥാർത്ഥ സ്നേഹം ആ വ്യക്തിയോട് നമുക്കുണ്ടെങ്കിൽ, ഞാനൊരു തമാശക്ക് പറയാ, കിണറ്റിൽ ചാടാൻ പറഞ്ഞാൽ പോലും ചാടും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ യുവ ദമ്പതികൾ, ആ ചെറുപ്പക്കാരനെ ആ പെൺകുട്ടിക്ക് അത്രമാത്രം പരിചയമൊന്നുമില്ല, പക്ഷേ അവിടെ സ്നേഹം വർദ്ധിക്കുമ്പോൾ ആ യുവാവ് എവിടെ പോകണമെന്ന് പറഞ്ഞാലും ആ യുവതി അതിന് തയ്യാറാകും. എന്താ കാര്യം? അയാളോടുള്ള അഗാധമായ സ്നേഹം. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്നേഹം നുരഞ്ഞു പൊന്തുന്നുണ്ടെങ്കിൽ, നുരഞ്ഞ് കവിയുന്നുണ്ടെങ്കിൽ, അതും നമ്മുടെ ജീവിതത്തിൽ ശക്തിയോടുകൂടി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ അനുസരിക്കുന്നവരാണ്. കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം ഒട്ടും പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അനുസരിക്കുക, അനുസരണത്തിൻ്റെ ഒന്നാമത്തെ ഫലം എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹം വാസ്തവമായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ഇപ്പോഴും നമ്മുടെ കർത്താവിനെ നമുക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയാതെ വരുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഒരു ദൈവസ്നേഹത്തോടുകൂടെ നമുക്കത് നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മൾ മനസ്സിലാക്കണം, ഏതൊക്കെയോ തിരുവചനങ്ങൾ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മൾ വായിച്ചതാണ്, പക്ഷേ മനഃപൂർവ്വം നമ്മളത് വിട്ടുകളയുന്നു എന്നുള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാത്തത്. ദൈവത്തിൻ്റെ സ്നേഹം നിറയുവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി: മനസ്സിലാക്കിയ എല്ലാ വചനങ്ങളും അനുസരിച്ച് നമ്മൾ ജീവിക്കുക. ഇതാണ് ഒന്നാമത്തെ ഫലം. രണ്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 21-22 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഈ വാക്യത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്, നമുക്ക് പ്രാഗൽഭ്യത്തോടെ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ നമുക്കും ദൈവവും തമ്മിൽ എന്തുണ്ടായിരിക്കണം? ഒരു പ്രാഗൽഭ്യമുണ്ടാവണം. ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം എപ്പോഴും ശരിയായതായിരിക്കണം. നമ്മൾ സാധാരണ ഒരു വാക്കിങ്ങനെ പറയാറുണ്ട്: ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം. എന്താ നമ്മൾ അങ്ങനെ പറയാൻ കാരണം? ചില കുടുംബങ്ങളുമായി, ചില വ്യക്തികളുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ അവരുടെ കാര്യം വരുമ്പോൾ അവരെല്ലാം വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും. എന്നാൽ എതിർവശത്തുള്ള ഒരാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ വരുമ്പോൾ അയാള് ഒരു കാര്യത്തിനും തയ്യാറാകില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം. അപ്പോൾ ദൈവവും നമ്മളും തമ്മിൽ ഒരാത്മാർത്ഥമായൊരു ഹൃദയബന്ധം വേണം. അതായത് നമുക്ക് ദൈവത്തിന് മുൻപാകെ നിൽക്കുമ്പോൾ
ധൈര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ നമുക്ക് നിൽക്കാൻ കഴിയണം. അങ്ങനെ നിൽക്കാൻ കഴിയണമെങ്കിൽ, ദൈവവുമായിട്ട് നല്ല പ്രാഗൽഭ്യം ഉണ്ടാകണമെങ്കിൽ, ദൈവത്തെയും ദൈവത്തിൻ്റെ വചനങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുസരിച്ചിരിക്കണം. ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദൈവവുമായിട്ടുള്ളൊരു ആത്മാർത്ഥമായ ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ആ അനുസരണത്തിന് ദൈവം നൽകുന്ന ഫലമാണ് അയാൾക്ക്, ആ വ്യക്തിക്ക് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുവാൻ കഴിയും. ആരും ഉപദേശിക്കണ്ട, ആരും പറഞ്ഞു കൊടുക്കണ്ട. സമയമാകുമ്പോൾ തൻ്റെ മുറിയിലേക്ക് കയറിയിരുന്ന് ആ വാതിലടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി വിഷയങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. കാരണം അത്രമാത്രം ദൈവത്തെ അനുസരിക്കുന്നൊരു വ്യക്തി ആയതുകൊണ്ടാണ് അയാൾക്ക് ദൈവസന്നിധിയിൽ യാതൊരു സങ്കോചം കൂടാതെ, അത് മടുത്തു പോകാതെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. ഞാൻ സ്നേഹത്തോടുകൂടെ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമുക്ക് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ച് പ്രാർത്ഥിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ മടുപ്പുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തളർച്ച വരുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ, കോട്ടുവായി വിടുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുമ്പോൾ ഒരു സുഖവുമില്ല എന്നൊരു തോന്നൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ വചനങ്ങൾ കൃത്യമായ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ പാലിച്ച് അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ വരുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ തിരുത്തേണ്ട വശങ്ങൾ നമ്മൾ തിരുത്തണം, ക്രമീകരിക്കണം, ദൈവത്തോട് അടുക്കണം, ദൈവത്തിൻ്റെ വാക്കുകൾ ശിരസാ വഹിച്ച് നമ്മൾ അനുസരിക്കണം. അപ്പോൾ ദൈവത്തെ അനുസരിച്ചു, കൃത്യമായി ദൈവം പറയുന്ന വാക്ക് അനുസരിച്ചാൽ ആ വ്യക്തി പ്രാർത്ഥിച്ചിരിക്കും. ചില സമയങ്ങൾ വേർതിരിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച് വിഷയങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി പ്രാർത്ഥിക്കും. ആ അനുഭവത്തിലൂടെ ദൈവം നമ്മളെ നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത കാര്യത്തിലേക്ക് കടക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14:21 വാക്യം നമുക്ക് വായിക്കാം. യേശുക്രിസ്തു പറയുകയാണ്, തൻ്റെ സുവിശേഷം പറയുകയാണ്, എൻ്റെ കൽപ്പനകളെ ലഭിച്ച്. ഇപ്പൊ നമ്മക്കാണ് ഈ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലഭിച്ചിരിക്കുന്നത്, വേറെ ആർക്കുമല്ല. നമ്മുടെ കരങ്ങളിൽ ദൈവത്തിൻ്റെ ഈ വചനം തന്നിരിക്കുകയാണ്. നമ്മുടെ എത്രയോ ബന്ധുമിത്രാദികൾ, നമ്മുടെ അയൽവക്കക്കാര്, നമ്മുടെ എത്രയോ പ്രിയപ്പെട്ടവർ നമ്മുടെ ചുറ്റുപാടുണ്ട്. അവർക്കൊന്നും ലഭിക്കാത്ത ഒരു സൗഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ വചനങ്ങളെ ലഭിച്ച് അവരെ കൽപ്പനകളെ അനുസരിക്കുമ്പോൾ എന്താണ് അവിടെ കർത്താവ് പറയുന്നത്? എന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ പിതാവിനെയും സ്നേഹിക്കുന്നു. കണ്ടോ? പിതാവായ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു, പുത്രനായ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവത്തെ സ്നേഹിക്കുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമുക്ക് അങ്ങനെയൊന്നും പറയാൻ കഴിയുന്നില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുമ്പോൾ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നുള്ള വ്യക്തമായ തെളിവാണ്. സ്വർഗത്തിൽ നമ്മുടെ ഒരു പിതാവുണ്ട്. ആ പിതാവിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. മൂത്ത പുത്രനാണ് കർത്താവായ യേശുക്രിസ്തു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ആ കർത്താവിൻ്റെ സ്നേഹം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുവാൻ വേറൊന്നും ചെയ്യണ്ട. ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിച്ച്, ആ ന്യായപ്രമാണങ്ങളെ അനുസരിച്ച് അങ്ങ് ജീവിച്ചാൽ മതി.
സ്തോത്രം. ഞാൻ മുന്നോട്ട് പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15:3 വാക്യം നമുക്ക് വായിക്കാം. കണ്ടോ? അപ്പൊ ദൈവത്തിന്റെ വചനം ഒരാൾ അനുസരിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന 4ാമത്തെ ഫലം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം കിട്ടും. ഇപ്പോൾ ഈ എളിയവൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളോട് ഈ വചനം പ്രസംഗിക്കുന്നു, നിങ്ങളെ പഠിപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ ചെവിയിലൂടെ കേൾക്കുന്നു, നിങ്ങളത് ഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ വചനങ്ങൾ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ നിങ്ങളുടെ ജീവിതത്തെ ദൈവം നടത്തുകയാണ്. നമ്മൾ അറിയാതെ എത്രയോ തെറ്റുകൾ ചെയ്യുന്നുണ്ടെന്നറിയാമോ? കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസന്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടത്, പാപത്തിന്റെ ശക്തിയിൽ നിന്നും നമുക്കൊരു വിമോചനം ആവശ്യമാണ്. പാപം എന്താണെന്ന് നമുക്കറിയാം. പാപത്തിന് എന്തുണ്ട്? ശക്തിയുണ്ട്. പാപത്തിന് ശക്തിയുള്ളത് കൊണ്ടാണ് ആദവും ഹവ്വയും വീണത്, ദാവീദ് വീണത്. പ്രഗൽഭരായ, പ്രശസ്തരായ, ആത്മികരായ പലരും വീണു പോയിട്ടുണ്ട്. ലോകത്തിലുള്ള സകല മനുഷ്യരും വീണു പോയിട്ടുണ്ട്. അതായത് പാപം ചെയ്തിട്ടുണ്ട്. പാപം ചെയ്യാത്ത ഏക വ്യക്തി എന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തുവിന്റെ മുൻപിലും പാപം ചെയ്യാനുള്ള പ്രലോഭനത്തിന്റെ പല വഴികളും വന്നതാണ്. പക്ഷെ യേശു ജയിച്ചു. വചനം കൊണ്ട് ജയിച്ചു, ആത്മാവ് കൊണ്ട് ജയിച്ചു, പിതാവിനോടുള്ള സ്നേഹം കൊണ്ട്, ആ വചനത്തെ അനുസരിച്ചുകൊണ്ട് യേശു അതിനെ ജയിച്ചു. അങ്ങനെയുള്ളൊരു കർത്താവാണ് നമുക്കുള്ളത്, നമ്മുടെ ഹൃദയത്തിലുള്ളത്, നമ്മുടെ തൊട്ടരികിലുള്ളത്. അപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതത്തിൽ, ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ചിന്തകളിലും നമ്മൾ അറിയാതെ പോലും ചെയ്യുന്ന നമ്മുടെ തെറ്റുകൾക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ അനുസരണത്തിലൂടെ ഒരു ശുദ്ധീകരണം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിക്കുമ്പോൾ, ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങളെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള പാപങ്ങളിൽ നിന്ന് ഒരു ശുദ്ധീകരണം ദൈവം തരികയാണ്. നമുക്കിത് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായി കഴിയില്ല. അപ്പോൾ ശുദ്ധീകരണം കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിച്ചേ പറ്റൂ. അനുസരിച്ചാൽ നമുക്കത് ലഭിക്കും. ഒരു കാര്യം കൂടി ഉണ്ട്. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 29-30 വാക്യങ്ങൾ കൂടി നമുക്ക് വായിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ ഈ ആവർത്തന പുസ്തകത്തിൽ പറയുന്നത് നമുക്കും നമ്മുടെ മക്കൾക്കും എല്ലാം ഒരു അനുഗ്രഹമായി തീരുമെന്നാണ്. നമുക്ക് വെറുതെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശരിയായി വരണമെന്ന് നമുക്ക് ശഠിക്കാൻ പറ്റില്ല. മറിച്ച് നമ്മൾ ഈ പ്രമാണങ്ങൾ, നമ്മളിത് മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലുള്ള 1000 കാര്യം പറയുന്നുണ്ട്. ഈ 1000 കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ 100 കാര്യങ്ങളാണോ മനസ്സിലാക്കിയിട്ടുള്ളത്, അത് ഭയത്തോടുകൂടി അനുസരിക്കുക, ഭയത്തോടുകൂടെ പ്രമാണിക്കുക, ഭയത്തോടുകൂടെ അത് അനുസരിച്ച് ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ ഇവിടെ വ്യക്തമായി പറയുന്നു, ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹത്തിലേക്ക് നമ്മൾ ചെന്നെത്തണമെങ്കിൽ, നമുക്കത് ആസ്വദിക്കണമെങ്കിൽ, നമുക്കത് അനുഭവിക്കണമെങ്കിൽ, അത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ ഇവിടെ പ്രത്യേകം ഒരു കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനത്തെ ഭയത്തോടെ അനുസരിക്കുക എന്നുള്ളതാണ്. അനുസരിക്കുന്നവൻ അനുഗ്രഹം അനുഭവിക്കും, അനുസരിക്കുന്നവൻ അനുഗ്രഹം പ്രാപിക്കും, അനുസരിക്കുന്നവൻ വിടുതൽ പ്രാപിക്കും, അനുസരിക്കുന്നവൻ സൗഖ്യം പ്രാപിക്കും, അനുസരിക്കുന്നവൻ അഭിവൃദ്ധി പ്രാപിക്കും. ശരിയല്ലേ? യോശുവയോട് എന്താ പറഞ്ഞത്?
ഈ ന്യായപ്രമാണത്തിലുള്ള വാക്കുകളൊന്നും വിട്ട് നീ ഇടത്തോട്ടും പോകരുത്, വലത്തോട്ടും പോകരുത്. നീ രാവും പകലും ഇത് ധ്യാനിക്കണം, ഇതനുസരിക്കണം. അപ്പോൾ നിന്റെ പ്രവൃത്തി സാധിക്കും. നീ കൃതാർത്ഥനായി തീരും, നീ അഭിവൃദ്ധിപ്പെടും, നീ പുരോഗതിപ്പെടും. നിന്റെ ജീവിതം, നിന്റെ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് യോശുവയോട് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാൻ കഴിയണമെങ്കിൽ, അത് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ പ്രമാണങ്ങൾ നമ്മൾ അനുസരിക്കണം. അപ്പോൾ അനുസരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന 5 ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. 1, ദൈവത്തിന്റെ സ്നേഹം പരിപൂർണമായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. 2, പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഉത്സാഹമുണ്ടാകും. 3, ദൈവത്തെയും ക്രിസ്തുവിനെയും നമുക്ക് അറിയുവാൻ സാധിക്കും. 4, പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണം നമുക്ക് ലഭിക്കും. 5, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങളെ നമുക്ക് ആസ്വദിക്കുവാൻ കഴിയും. അപ്പോൾ അനുസരിക്കുന്നതിലൂടെ ഈ 5 കൂട്ടം ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്.